പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ. ഉപപ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. മോദി വിളികളോടെയാണ് മസ്കറ്റിലെ ഭാരത സമൂഹം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഒമാൻ ഉപപ്രധാനമന്ത്രി ഹിസ് ഹൈനസ് സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ഐസൻ ജോസ് വീണ്ടും ചേരുന്നുണ്ട്. ഐസൻ, വളരെ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പര്യടനങ്ങൾക്കിടെ. തീർച്ചയായും കൃഷ്ണരാജ്, വളരെ പ്രധാനമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നു. മാത്രമല്ല, ഒമാനിൽ വളരെ രാജകീയമായൊരു സ്വീകരണം, അല്ലെങ്കിൽ വളരെ മനോഹരമായ ആകർഷണീയമായ ഒരു സ്വീകരണം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിരോധത്തിൻ്റെ ചുമതല വഹിക്കുന്ന, അതായത് ഒമാൻ്റെ പ്രതിരോധത്തിൻ്റെ ചുമതല വഹിക്കുന്ന സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് എന്ന അവിടുത്തെ ഉപപ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചത്. അദ്ദേഹവുമായി ഒരു ചെറു കൂടിക്കാഴ്ചയും നടന്നുവെന്നാണ് അറിയാനും സാധിക്കുന്നത്. അത്തരത്തിൽ വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ പ്രത്യേക നിക്ഷേപ രംഗങ്ങളിലും, അത് പലതരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. അതായത് മത്സ്യ സംസ്കരണം മുതൽ വലിയ വ്യവസായങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഫിനാൻസ് രംഗങ്ങളിലൊക്കെയുള്ള വലിയ നിക്ഷേപങ്ങൾ നടത്താനുള്ളൊരു സാധ്യത ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നീ രംഗങ്ങളിലൊക്കെ മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. സാംസ്കാരിക വിനിമയത്തിനും പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റ്, അതായത് ജനകീയ സമ്പർക്കം ശാക്തീകരിക്കുന്നതിനുമുള്ള നടപടികളും അത്തരത്തിലുള്ള കരാറുകളും ധാരണകളുമാണ് ഈ സന്ദർശനത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. നമുക്കറിയാവുന്നതാണ്, ചരിത്രപരമായ സ്വാധീനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ് ഒമാനും ഭാരതവും. ആ ബന്ധം ശാക്തീകരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം കൂടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഈ സന്ദർശനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, ഈ ഡിസംബർ 12-ന്, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാരതത്തിൻ്റെ ക്യാബിനറ്റ് ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് അന്തിമ ധാരണയിലെത്തുകയും അത് തീരുമാനത്തിലെത്തുകയും ചെയ്തത്. അത് സംബന്ധിച്ചുള്ള തുടർ കരാറുകളും തുടർ ധാരണകളും ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഒമാനുമായുള്ള കൃത്യമായ വാണിജ്യ ബന്ധം ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നത് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വിവിധമായ ഘടകങ്ങളിൽ ശക്തമായ ഒരു സാന്നിധ്യമാകാൻ ഇരു രാജ്യങ്ങളുടെയും ധാരണയ്ക്ക് സാധിക്കും, അല്ലെങ്കിൽ സഹകരണത്തിന് സാധിക്കുമെന്നത് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ, നയതന്ത്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, ത്രിരാഷ്ട്ര സന്ദർശനത്തിലെ 3 രാഷ്ട്രങ്ങളുടെ ഏറ്റവും വിജയകരമായ സന്ദർശനം, 2 രാഷ്ട്രങ്ങളിൽ വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കി, ജോർദാനിലും എത്യോപ്യയിലും വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒമാനിലെത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. തുടർ ചർച്ചകളെല്ലാം തന്നെ ഇനിയും നടക്കും. നാളെയും പ്രതീക്ഷാ നിർഭരമായ നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യും. അത് ഭാരതത്തിന് പോലും മുതൽക്കൂട്ടാവുന്ന നിരവധി നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭീകരവിരുദ്ധത, ആഗോള ഐക്യം എന്നീ വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ധാരണകൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.